കൂടിയും ഇത്ര ആത്മധൈര്യത്തോടുകൂടി സംസാരിക്കുന്ന ജസ്ന എന്തുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു? വട്ടായിരുന്നോ? വട്ടായതുകൊണ്ടൊന്നല്ല. നമ്മളൊരാൾ തെറ്റ് ചെയ്യാതെ നമ്മളെ ഒന്നടങ്കം തെറ്റുകാരി എന്ന് പറഞ്ഞ് മുദ്ര കുത്തുമ്പോണ്ടാവും. എന്നാലും നമ്മുടെ ജീവൻ നമ്മക്കല്ലല്ലോ എടുക്കാൻ. അല്ല, ഞാൻ ജീവൻ എടുക്കാനുള്ളതിന് ഏറ്റവും വലിയൊരു കാരണോടുണ്ട്. എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും തെളിവായിട്ട് വന്നിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അംഗീകരിക്കും. എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പറ്റാത്തൊരു കാര്യം നടക്കുകയും ചെയ്ത് എനിക്കൊരു നീതിയും കിട്ടിയില്ല, അതിൻ്റെ പേരിൽ പിന്നെയും ഞാൻ ക്രൂശിക്കപ്പെടുകയാണ്. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ തെളിയണമെന്നുണ്ട്, എൻ്റെ ജീവൻ കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നീതിപീഠത്തിന് അത്രയും വലിയൊരു കാര്യമുണ്ട്. നമുക്ക് ജീവിച്ചിരിക്കുമ്പം കിട്ടാത്ത നീതി മരിച്ചു കഴിഞ്ഞാൽ ആരും നേടിത്തരും. നിങ്ങൾ നോക്കിക്കോ, എത്ര ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇവർ ആത്മഹത്യൻ്റെ തൊട്ട് മുമ്പ് വരെ എത്തിയപ്പോൾ ഇവർക്ക് നീതി മേടിച്ചു കൊടുക്കാനോ അല്ല ഇവർ പറഞ്ഞാൽ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് ഉൾക്കൊള്ളാനോ ആരും വരൂലാലോ. മരിച്ച് സ്വയം നമ്മൾ തെറ്റുകാരി അല്ല എന്ന് തെളിയിച്ചാൽ നമുക്ക് നീതി മേടിച്ചു തരും. അല്ല, ഈ മരിച്ചു കഴിഞ്ഞിട്ട് നീതി കിട്ടും കൊടുക്കാനാ? അത് എല്ലാവർക്കും തെറ്റിപ്പോയി. എനിക്ക് 2 മക്കളുണ്ട്. അവരുടെ ഉമ്മ മോശക്കാരിയാണ് എന്ന് സമൂഹം മുദ്ര കുത്തുമ്പോൾ ഈ നീതി കിട്ടുമ്പോൾ ഞങ്ങളുടെ ഉമ്മ മോശക്കാരി അല്ലായിരുന്നു എന്ന് എൻ്റെ മക്കളും കൂടി അറിയാം. എന്നാലും മരണത്തോട് മുഖാമുഖം നിൽക്കുന്ന സമയത്ത് മക്കളെ ഒന്ന് ഓർത്തുകൂടായിരുന്നോ? ഞാൻ എൻ്റെ അറിവിൽ ലാസ്റ്റ് എൻ്റെ ഓർമ്മ പോകുന്നു. ഞാൻ കുറച്ച് ഓർക്കിൻ്റെ കൂടിയുള്ളൊരു ഗുളികയായിരുന്നു ഒന്ന് കുടിച്ചത്. അപ്പം ഇങ്ങനെ മഴങ്ങി വരുമ്പം ഇവന്മാർ 2 കരയുന്ന ഒരു സീനാണ് എൻ്റെ മനസ്സിൽ ലാസ്റ്റായിട്ട് പതിക്കുന്നത്. പക്ഷേ എനിക്ക് വേറെ ഓപ്ഷനില്ല. നമ്മുടെ സത്യാവസ്ഥ പുറം ലോകം അറിയണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത്, ഞാൻ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ബലിയാടായിരുന്നു എന്നുള്ളത്, ഇതൊക്കെ വരാൻ കാരണം ഞാനൊരു ചിത്രം വരച്ചതിൻ്റെ പേരിലാണ്. അത് ആരും ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചിത്രം വരച്ചതിൻ്റെ പേരിൽ ഇനി അനുഭവിക്കാൻ ബാക്കിയില്ലാത്തതായിട്ടൊന്നുമില്ല. ഒരു പെണ്ണിന് ഏറ്റവും വലുത് അവളുടെ മാനാണ്. അതുവരെ എനിക്ക് പോയി സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാക്കിയെടുത്തു സമൂഹം തന്നെ. ഒരു പെണ്ണ് പബ്ലിക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് അതും 10 പേര് അറിയുന്ന ഒരാൾ വന്ന് പറയണമെന്നുണ്ടേ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവും. എന്നിട്ട് എന്നോട് പലരും ചോദിച്ചു, ഒരു കോടതി അവനെ വെറുതെ വിട്ടെങ്കിൽ എന്തുകൊണ്ട് ഹൈക്കോടതി പോയില്ല? നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മൾ ഒരു പരാതിയായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് അവരുടെ വക്കീൽ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, നമ്മൾ അനുഭവിച്ചേക്കാട്ടിലും വലിയ, എങ്ങനെ പറഞ്ഞു തരണ്ടേന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ മെൻ്റലി ഇങ്ങനെ ടോർച്ചർ ചെയ്യാതെ അത് വീണ്ടും നമ്മൾ പിന്നെയും ജീവിതത്തിൽ ഒന്നും കൂടി അനുഭവിക്കുക എന്ന് പറയുന്നത്, പൊന്നാര മക്കളെ, എൻ്റെ സ്ഥാനത്ത് അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവും. എത്ര സ്ത്രീകളുണ്ടെന്നറിയോ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ച്. എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം തോന്നി എന്താണെന്നറിയോ, ഒരു സ്ത്രീ വന്നൊരിക്കൽ എന്നെ പരിചയപ്പെട്ടു. ഒരു കാരണവശാലും നിങ്ങൾ ഈ വര നിർത്തരുത്, അത്രയ്ക്കും നല്ല കണ്ണന്, എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്ത് നിന്നുണ്ട് എന്ന് പറഞ്ഞൊരു സ്ത്രീ പിറ്റേന്ന് എനിക്കെതിരെ പോസ്റ്റ് ഇട്ടു. അപ്പം ഞാൻ വിചാരിക്കുക, പടച്ചോനെ, ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാർ അക്കണക്കിന് ഞാൻ എന്തോ തെറ്റ് ചെയ്യുന്നുണ്ടോ? സമൂഹം കാണുന്നൊരു തെറ്റ് ഞാനൊരു അന്യമതത്തിൻ്റെ ദൈവത്തിനെ വരയ്ക്കുന്നു എന്നുള്ളത്. ഈ നീതിപീഠം എന്ന് പറയുമ്പോൾ എപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നതാ. എന്നിട്ടും എന്തുകൊണ്ട് ജസ്നയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് നീതി കിട്ടിയെന്ന് പറയാൻ എത്ര ആൾക്കാർ മുമ്പോട്ട് വരും? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അന്നും ഇന്നും ജസ്ന ഒറ്റയ്ക്കായിരുന്നോ? ഞാൻ അന്നത്തെ എൻ്റെ സാഹചര്യം പലരും അറിയാത്തൊരു സംഭവമാണ്. എനിക്ക് എൻ്റെ ഉമ്മ അല്ലെ എൻ്റെ വാപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ചുരുക്കം, എൻ്റെ ഉമ്മയുടെ ഫാമിലി ഈ വര തുടങ്ങി അന്ന് തൊട്ടിട്ട് എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്നെ അവർ വിളിക്കൂല. എല്ലാവരെയും വിളിക്കും. ചിലപ്പോൾ എന്നെ വിളിക്കാൻ മറന്നു പോകുന്നതായിരിക്കും. അപ്പോഴൊക്കെ വിഷമം തോന്നിയിട്ടില്ലേ? ഞാൻ എന്തിനു വിഷമിക്കണം? അവർക്ക് താല്പര്യമില്ല. എന്നിട്ട് അത് ഈ വരച്ചതിൻ്റെ പേരില്ല. ഞാൻ എല്ലായിടത്തും കുരിശ് കയറുന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോന് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോന് അങ്ങനത്തെ ഒരു ഇഷ്യൂ, ഇങ്ങനത്തെ ഒരു വ്യക്തിനെ ഞാൻ പരിചയപ്പെടേണ്ട ഒരു സാഹചര്യം വന്നതും ഈ കണ്ണും കാരണം തന്നെ. പലരും എൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് കമൻ്റ് ഇട്ട ഞാൻ കണ്ടു, ഇപ്പോഴുും കുറ്റം മൊല്ലിയാർക്ക് എന്ന്. അവർ ചിന്തിക്കുന്നില്ല, ആ ഉസ്താദ് എൻ്റെ മോനോട് അങ്ങനെ പെരുമാറിയിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മോൻ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരൂലായി. ഇവന് തല്ലുന്നത് എന്തിനാന്ന് ഇവനറിയുന്നില്ല.
ഓരോരോ ദിവസം ഓരോരോ കാരണം. അത് ജസ്നയുടെ മകനായതുകൊണ്ട് മാത്രമാണോ? തീർച്ചയായിട്ടും. അയാൾ പുതിയതായിട്ട് ഇവിടെ മദ്രസയിൽ വന്നതായിരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞാണ് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഉപദ്രവം തുടങ്ങിയത്. ഇനി കുഞ്ഞിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റാണ്, നമ്മുടെ പാരൻസിനെ വിളിക്കുമ്പോൾ കുട്ടീനെ പറ്റിയാണ് പറയുക. അതെ, ഇത് എന്നെക്കുറിച്ചാണ് പറയല്. എന്തുവാ പറഞ്ഞത്? ഇങ്ങനെ നടക്കാൻ പാടില്ല, മതത്തിന് ദോഷമാണ്. ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ എനിക്ക് ആ മദ്രസയിൽ ചുരിദാറിട്ട് പോകാൻ പറ്റൂലായിരുന്നു, പർദ്ദ നിർബന്ധമായിരുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താ ഉസ്താദേ ഇവിടെ മറ്റുള്ള പാരൻസൊക്കെ മാക്സി വരെ ധരിച്ചിട്ട് വരുന്നുണ്ട്, എനിക്കെന്താ മാത്രം? അതൊന്നും നീ നോക്കണ്ട, നീ ഇവിടെ പർദ്ദ ഇട്ട് വന്നാൽ മതി. ഞാൻ പല പ്രാവശ്യം ഉസ്താദിനോട് പറഞ്ഞിട്ട്, ഞാനല്ല, എൻ്റെ മകനാണ് പഠിക്കാൻ വരുന്നത്, അവനെക്കുറിച്ച് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അതവരല്ല നോക്കുന്നത്, അവർ കുട്ടീനെ ഉപദ്രവിക്കുക എന്ന് കാരണം കണ്ടെത്തി എന്നെ വിളിപ്പിച്ച് എന്നെ ഉപദേശിക്കുക. ഇതാണ് അവരുടെ തുടർന്നുകൊണ്ട് പോയൊരു സംഭവം. ഇന്നാൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തോ പറയാനുള്ളത്? പടച്ചോ മുകളിലുണ്ട് അത്രേ എനിക്ക് പറയാനുള്ളൂ. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അയാളെ ഇവിടുന്ന് മദ്രസയിൽ നിന്ന് പറഞ്ഞു വെച്ചത്, നാട്ടുകാരോടിച്ചത്. എന്തിനാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ വാപ്പ എന്നെ അത് പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ്